ഓട്ടടാ ഓട്ടായിരുന്നു. ഞാൻ ചെരുപ്പിട്ടീനോന്ന് ചോദിച്ചാൽ സത്യം പറയാ ചെരുപ്പിട്ടില്ല. ചളിക്കൊടിയൊക്കെ എൻ്റെ ലഹങ്കയും വലിച്ച് ചെരുപ്പിടാതെ നടക്കേണ്ട ഒരു സാഹചര്യം ഒരു കുട്ടിക്കും ഉണ്ടാവില്ലേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു എനിക്കപ്പം. ഉള്ളി സങ്കടം ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടയും തട്ടിയിട്ടേ നാണമിണ്ടോ ഇങ്ങനെ പറയാൻ. എൻ്റെ ഈ വിഷമം ഞാൻ ഇങ്ങനെങ്കിലും ഒന്ന് കാണിക്കട്ടെ ഗൈസ്. ഈ വീഡിയോസിലൊന്നും എൻ്റെ ഈ ചെരുപ്പ് വന്നില്ല ഗൈസ്. ബാറ്റയുടെ 1200 രൂപയുടെ ചെരുപ്പ്. എന്തൊരു വിഷമാണെന്ന് എനിക്കറിയില്ല പടച്ചോനെ. ജസ്റ്റിനൊക്കെ മതല്ലല്ലോ, പിന്നെ അങ്ങനെ പടച്ചോനെ വിളിക്കാം എന്നാ വേണ്ട. എന്തൊരവസ്ഥയാണ് എൻ്റെ കർത്താവിനെ ഇപ്പോൾ വിളിക്കാൻ പറ്റില്ല. അല്ലപ്പോൾ ആരെ വിളിക്കത്തിൽക്കാനോ. എന്തൊരവസ്ഥയാണ്, സഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പോയി മക്കളെ. ഈ ചെരുപ്പിടാൻ പറ്റാത്തതിൽ വളരെ വിഷമം. എൻ്റെ വീട്ടിലുണ്ട്. ഞാനിപ്പുറം വേറൊരു വീട്ടിലാണ്, അമ്മായിയുടെ വീട്ടിലാണ്. അരുണേട്ടൻ ആരാ? അരുണേട്ടൻ തന്നെ. ഹൗസ് വാമിംഗ് കഴിഞ്ഞു. ഈ ഉറക്കം കുറഞ്ഞ് എഴുന്നേറ്റ സമയം വെച്ചാൽ 1 കാപ്പി കിട്ടും. പക്ഷേ 3 മണിക്കൂറാണ് കുടിച്ചത്. സത്യം വെച്ചാൽ ഈ കണ്ടു നോക്കാൻ പറ്റില്ല. നമുക്ക് ക്ഷീണം കൊടുത്താണ്. ഈ പട്ടികെട്ട് പണിയില്ല, പട്ടികെട്ട് നിൽക്കാൻ നേരം. നിങ്ങൾക്ക് പലരും തമ്മിലൈൻ ഇടുന്നു, തീരാ നഷ്ടം. ജസ്റ്റിനെ തിരിച്ചു വിളിക്കുമെന്ന് വിചാരിച്ച് അവൾ പോയി. എൻ്റെ പാപ്പാനെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ വിവാഹം കഴിപ്പിക്കുന്ന സമയത്ത് അവൾ ഏതായിരുന്നു മതം? അപ്പോൾ ഞങ്ങൾക്കെന്താണ് അല്ല അസല് തരി. എൻ്റെ പാപ്പനെ കൊണ്ട് പറ്റുന്ന തരി പാപ്പ വിളിച്ചിട്ടുണ്ട്. നീ കൊടുത്തില്ലേ? ഒറ്റ ഞാൻ കണ്ടില്ലല്ലോ. കൊടുത്താൽ നടക്കട്ടല്ലേ. എൻ്റെ ഉമ്മാക്കും പാപ്പാക്കും എൻ്റെ ഭർത്താവിനും ഇല്ലാത്ത വിഷയം നിനക്ക് ഓരോരുത്തർക്കും എന്താണ് എന്നുള്ളത് അറിയില്ല. പിന്നെ ഒരുത്തിയെ പിടിച്ച് നന്നാക്കി കൊണ്ടുവന്നാൽ നിനക്കൊക്കെ സ്വർഗം കിട്ടുമെങ്കിൽ ആ സ്വർഗം എന്നിലൂടെയല്ല മോളെ. നല്ല സുഖകരമായിട്ട് ഉറങ്ങി. എൻ്റെ ഭർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയോ, അന്ന് ഒരു ലിപ്സ്റ്റിക് ഇടാതെ സോഷ്യൽ മീഡിയയിൽ വരച്ചിട്ട് ഒരു കാര്യം പറയാറുണ്ട്. അത് ഷോർട്ട് വീഡിയോ ആയി കിട്ടും. ഇങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിനി തൊട്ട് മതമില്ല എന്നുള്ളത്. എനിക്കേ മതമില്ലാത്തുള്ളൂ കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മാതാപിതാക്കൾ അവരുടെ വിശ്വാസത്തിൽ കഴിഞ്ഞോട്ടെ. അത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിരിക്കും, മൊല്ലിയാർ വന്ന് ദുആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ മൊല്ലിയാർ എങ്ങനെ ദുആയിരിക്കാൻ നീ കൂട്ടി കൊണ്ടുവരാം? ഞാൻ കൂട്ടി കൊണ്ടുവരില്ല. ഉമ്മയും വാപ്പി അവരവരുടെ ഇത് ഇവിടെ മൊയ്ലൂദ് കഴിച്ചു. മൊയ്ലൂദ് എന്താണെന്നുള്ളത് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല. മൊയ്ലൂദ് കഴിച്ചിട്ടുണ്ട്, എല്ലാവരും കൂടി നിസ്കരിച്ചിട്ട് ഞാനപ്പോൾ ഒക്കെ മാറി നിന്നത് കേട്ടോ. അമ്മ വന്ന് കിട്ടില്ല, പാല് കാച്ചി നിന്ന് ഉമ്മ നിസ്കരിക്കുക കഴിച്ചിട്ട് അവരവരുടെ വിശ്വാസത്തിൽ നിന്നോട്ടെ. എനിക്ക് മതമില്ലാത്തുള്ളൂ. ഞാൻ എൻ്റെ രീതിയിൽ നടക്കും, അപ്പോൾ അവരവരുടെ രീതിയിലോ